കിടന്നോളേ. ലൈറ്റ് കോഫി അടിക്കും. വലിയൊരു എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് നീരിറങ്ങിയിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ദേഹം മുഴുവൻ ഇങ്ങനെ നീരിറങ്ങി വരും. ഇത് ലാസ്റ്റാണ്. കുറച്ച് മുമ്പ് ഹസ്ബൻഡ് ബാംഗ്ലൂരിലോട്ട് പോവും, പിന്നെ ഞങ്ങൾ മാത്രമാണ് വീട്ടിലോട്ട് വരുന്നത്. അത് നേഴ്സ് ഇങ്ങനെ തിരിച്ചെന്തോ കിടത്തിയായിരുന്നല്ലോ കുറച്ചു നേരം. ഫുള്ള് മുടി കിച്ചന്റെ ജനറ്റിക്സ്. എനിക്ക് മുടിയുള്ള പിള്ളേരെ ഇഷ്ടമാണ്. മതിയെന്ന് ദൈവോ എന്നെ കാണുമ്പോ വാഹ തുറന്നോണ്ട് നോക്കണ രാവിലെ കണ്ട ഓർമ്മ എന്ത്? അയ്യോ 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 എന്നെ കാണുമ്പോ അയ്യോ ഒരിക്കും ഞാൻ രാവിലെ എന്നെ കാണുമ്പോഴേ വാ തുറന്നു വെച്ചോണ്ടിരിക്കും. അങ്ങനെ ഇന്ന് 6th ആയിട്ടുണ്ട്. ഉച്ചയായി. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാനും അമ്മയും ബേബിയും കൂടെ ഇവിടെ ഇരിക്കുകയാണ്. ലഞ്ച് കഴിക്കും. സാൻഡ്വിച്ചും ജ്യൂസും. നോർമലായിട്ട് അങ്ങോട്ട് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട്. ഇന്ന് ഈവനിങ് ആകുമ്പോൾ ഞാനും ബേബി ഡിസ്ചാർജ് പോകും. 4th ഡെലിവറി. എല്ലാം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. ഇവിടെ നിന്ന് 3 ദിവസത്തിൽ ഒരിക്കൽ പോലും ഒരു ഹോസ്പിറ്റലാണ് നിൽക്കുന്നതെന്നൊരു ഫീലേ ഇല്ല. എന്നൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള റിസോർട്ടിൽ ഒരു സ്റ്റേക്കേഷന് വന്നൊരു ഫീലായിരുന്നു. അതുമാത്രമല്ല നമുക്ക് ഓരോ അരമണിക്കൂറിലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓരോ ഡോക്ടേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യാനും കെയർ ചെയ്യാനും. നഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാകുന്ന. കൊച്ചിന്റെ മുഖം കുറച്ചുകൂടെ ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ വയ്യ. ഈവൻ ഫുഡ് ആണെങ്കിലും നമുക്ക് ഫുൾ റൂം സർവീസ് ആണ്. നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. സോ ഒന്നിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കിംസിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുഞ്ഞാവില് പൊതുവെ എടുക്കാൻ പേടിയാണ്ട് തന്നെ സ്വന്തം കുഞ്ഞായിട്ട് പോലും ഞാൻ വാവ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ടൈമിൽ ആരും ഇല്ലാത്ത സമയത്താണ് ഞാൻ അമ്മയടുത്ത് ചോദിച്ചിട്ട് ആ ഒരു ഹെൽപ്പോടുകൂടി പല രീതിയിൽ വാവയെ എടുത്തൊന്ന് പഠിക്കാൻ തുടങ്ങിയത്. ആക്ച്വലി നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്തതും ഈ ഒരു ടൈമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഇപ്പം ഞങ്ങൾ ഡിസ്ചാർജൊക്കെ മേടിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഇന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടും കൂടി ചെയ്യുകയാണ്. എൻ്റെ ഫാമിലിയിൽ 16 ഇയേഴ്സിന് ശേഷമാണ് ഒരു കുഞ്ഞാവ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ട്. ശരിക്കും വാവ ഉണ്ടായതിന് ശേഷം എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം മിക്ക ടൈമും എല്ലാവരും വാവയെ നോക്കാൻ ഉണ്ടായിരുന്നു കൂടെ. ഇതെന്തോ നമ്മ പൊതിയ ഫൈനലി വലിയ ഇതും ചെറിയ അയ്യോ സാധനം പോവല്ല എൻ്റെ അകത്തുനിന്ന്. ഇല്ല ലൈറ്റ് കോഫി അടിക്കും. അതവര് എങ്ങോട്ട് പോകണം?
ഇല്ലായോ? ഉണ്ടോ? നിൽക്കുന്നുണ്ടോ? മീറ്റ് വേണം, മീറ്റ്. താക്കോലൊക്കെ എടുത്തില്ല. സ്മിത എവിടെ ഇരിക്കുന്നെ? ഇവിടെ പെട്ടെന്ന് ആ ശരി. നിങ്ങൾ വേണിയായിട്ടൊക്കെ പറഞ്ഞു. ആ പക്ഷെ കൊച്ചു നീ കൂടെ ഒരുമിച്ച് കിട്ടുന്നില്ല. ആ ഇപ്പൊ കിട്ടുന്നുണ്ട്. സൈഡൊന്നും വണ്ടി ഈ ആദ്യം അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കുഞ്ഞാവെ ഏറ്റ് ഞങ്ങൾ വീട്ടിൽ കയറുവാണ്. ചിന്തിച്ചിട്ട് കയറ്റി വിടാൻ പറഞ്ഞു. അത് കിച്ചുവിന്റെ ചെരുപ്പ്. I think I found it now. What I've been looking for. Isn't it beautiful? It's got my head all up in the clouds. I think I found it now. Everything I want might be a miracle. I know I'm never coming down. I don't gotta worry about a single thing. I can feel the light coming down on me. Sunshine on my face. I got sunshine on my face. I don't got a care in the world right now. Higher than the ceiling, breaking through the clouds. Sunshine on my face. I got sunshine on my face. Yeah. I got sunshine. I got sunshine. I got sunshine. I gotta let you know, it's so incredible. I'm finally letting go. Up, up and away, yeah, we go. I found my flow right on time, and now I know what it feels like to shine like gold. Up, up and away, yeah, we go. എങ്ങനെ കട്ടിയേ? കുഞ്ഞിനെ താങ്ങി കൊച്ചിനെ അങ്ങോട്ട് ഫാൻ ഇടട്ടാ. ഒന്നും അറിഞ്ഞില്ലേ? കുട്ടി വീടെത്തി. പാട്ട് പാടി അതിൽ വെച്ച് കട്ട് ചെയ്ത് കൈയടിച്ചത്. നിനക്ക് തരാനേ സ്മിതാന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു മധുരം തൊട്ട് പപ്പയ്ക്കോളൂ. ആന്റിക്കോളൂ.
തലേന്റെ ബാക്ക് കിട്ടിയോളൂ ഒന്ന് പോ. അങ്ങള് മാത്രമേ കിട്ടി. ചേട്ടാ കുറച്ച് താഴോട്ട് കേക്ക് നീ പോ പോടാ. ഇതെന്തോ പപ്പയ്ക്ക് കൊടുത്തു. ചേച്ചി അത് കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ? എന്താ അറിഞ്ഞൂടെ? ആ ബോള് എടുബളല്ലേ? അല്ല ആ ബോള് പോലെ ഇരിക്കണ എടുബളല്ലേ? ഫേസ് അടുത്ത് യൂട്യൂബിൽ ഇടാൻ. ചേച്ചി ഇങ്ങോട്ട് നോക്ക്. ചേച്ചി ഇങ്ങോട്ട്. ഇനി ആര് പറഞ്ഞു? ഞങ്ങൾ വീട്ടിൽ വരുന്ന ടൈമിൽ സർപ്രൈസ് ആയിട്ടാണ് അനീതി ഫ്രണ്ട്സും കൂടി ഇതെല്ലാം ഒരുക്കിയിരുന്നത്. കൊള്ളാല്ലേ? ഫോർ ഡേയ്സിന് ശേഷം വാവി ഫസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ റിവ്യൂവിന് കൊണ്ടുവന്നയാ. കൈ എവിടെ? ഏതെന്റെ കൈ എവിടെ? കയ്യിൽ എന്തെന്ന് അവാർഡ് കിട്ടിയ ചിരിച്ചോണ്ടിരിക്കുന്നെ. ഫസ്റ്റ് അച്ചീവ്മെന്റ്. ചെറുതായിട്ട് കണ്ണിൽ മഞ്ഞുള്ളതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. പക്ഷെ നന്നായിട്ട് പാല് കൊടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. യെസ്.